എല്ലാവർക്കും ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം കടത്തപ്പെടുന്നത് സ്നേഹവും ബഹുമാനമുള്ള അച്ഛൻ, സഭാ കമ്മിറ്റി അംഗങ്ങൾ, യുവജന സംഘടന ഭാരവാഹികൾ, യുവജനങ്ങൾ, പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും അറിയിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്നേ ദിവസം വരെ യുവജനപരമായ ആഘോഷവും ദൈവം മനസ്സിലാച്ചു. അതിന്റെ ഭാഗമായി ഇന്നേ ദിവസം ആരാധനയിൽ യുവജനാംഗങ്ങൾ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകി. അതിനോടൊപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി യുവജന സംഘടന ഭാരവാഹികളോടുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. CS ലക്ഷ്മണഗിരി മഹാരാജ ബോധപൂർ യൂത്ത് ഈ വർഷത്തെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയമാണ് ഞാൻ ആരാണ് അഥവാ ഹൂ ആം ഐ. ഈ വിഷയത്തെ ആസ്പദമാക്കി നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആ വേദഭാഗത്തിൽ നിന്നും ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വാക്യം വിശുദ്ധ മത്തായി സുവിശേഷം 16-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യം സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് സ്തുതിയും ഒരു വിശുദ്ധനായ ദിവസം അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ചായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ശുശ്രൂഷയിലേക്ക് കടങ്ങൾ നടത്തുന്നതിനും സംസാരിക്കുന്നവരെയും കേൾവിക്കാരായിട്ട് നമുക്ക് ജീവിക്കുകയും അതുപോലെയും ഒരുവൻ അവബോധത്തിന്റെ ഇരിക്കുകയും വ്യക്തിത്വം പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടമായാണ് യുവത്വത്തെ വിലയിരുത്തുന്നത്. സാധ്യതകളുടെ വിളനില, കർമ്മനിരതമായ കാലഘട്ടം, ഇന്നിന്റെ ശക്തിയും നാളെയുടെ പ്രതീകവുമായ കാലഘട്ടം, പരിധിയില്ലാത്ത സാധ്യതകളെ പ്രകാശവേദിയിലുള്ള പൂർത്തീകരണമാക്കി മാറ്റാൻ കഴിയുന്ന കാലഘട്ടം, പക്വതയിലേക്ക് നയിക്കപ്പെടുന്നവരാണ് ക്രൈസ്തവ യുവത്വം. ചുറ്റുപാടും ദുഷ്ടത പെരുകി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ ഇന്നത്തെ യുവജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മദ്യപാനവും മയക്കുമരുന്നും വളരെയധികം വ്യാപകമായിട്ടുണ്ടെന്ന് മാത്രമല്ല, അവർക്ക് മാനവികയുടെ പരിരക്ഷണം കൂടെ നൽകാൻ ശ്രമിക്കുന്ന യുവത്വമാണ് ഇന്നിന്റെ മുഖമുദ്ര. ഇന്നത്തെ പല യുവജനങ്ങളും ചൈതന്യം പറ്റിപ്പോയ വരണ്ട ജീവിതത്തിനുടമകളാണ്. ഇത്തരത്തിലുള്ളവർ ബന്ധങ്ങളുടെ ചങ്ങലയ്ക്ക് കണ്ണുകൾ നഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ്. ഇവിടെയാണ് ക്രൈസ്തവ യുവജനതയുടെ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയുക. നടക്കേണ്ട വഴിയിലൂടെ നടക്കേണ്ട അഭ്യസനമാണ് ബൈബിൾ നമുക്ക് നൽകുന്നത്. ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യം വിലയിരുത്തിക്കൊണ്ടാണ് യുവതയുടെ സ്വർഗാന്വേഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ ആരാണ് എന്ന ചിന്താധാര നമുക്ക് നൽകിയിരിക്കുന്നത്. ബൈബിൾ വായിക്കുമ്പോൾ തന്റെ സ്വത്വത്തെ ശരിയായ രീതിയിൽ വിലയിരുത്തിയ പല വ്യക്തികളെയും നമുക്ക് കാണാൻ കഴിയും. അവരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ക്രിസ്തു. യേശു ഇവിടെ ശിഷ്യന്മാരോട് ചോദിക്കുന്നതാണ് ഇന്ന് നാം വേദഭാഗത്തിൽ ശ്രമിച്ചത്. ഈ വാക്യത്തെ ആസ്പദമാക്കി ഞാൻ ആരാണ് അഥവാ ക്രൈസ്തവ യുവജനത എപ്രകാരം ആയിരുന്നു എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി ഞാൻ ദൈവത്തിന്റെ സ്വരൂപമാണ്. ഞാൻ ദൈവത്തിന്റെ സ്വരൂപമാണ്. ഒന്നാമതായി ഞാൻ ആരാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സ്വരൂപമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ദൈവ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനാണ് ദൈവത്തിന്റെ മഹത്വം എന്ന് യഹൂദന്മാരുടെ ആധികാരിക ഗ്രന്ഥമായ തൽമുദിൽ പറയുന്നു. ദൈവ സൃഷ്ടിയുടെ കേന്ദ്രമായ മനുഷ്യൻ ബുദ്ധിപരമായി ചിന്തിക്കാനും കാര്യങ്ങൾ വിവേചനത്തോടെ ഗ്രഹിക്കുവാനും ശരിയും തെറ്റും വിലയിരുത്തുവാനും കരുണയും മനസ്സിലും നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുവാനും ഉപകാരങ്ങൾക്ക് നന്ദിയോടെ ജീവിക്കാനുള്ള കഴിവ് മനുഷ്യനോളം മറ്റൊരു ജീവിതമില്ല. ദൈവം ആത്മാവായതിനാൽ ദൈവ സൃഷ്ടിയായ മനുഷ്യന് ദൈവാത്മാവ്
കൈക്കൊള്ളുന്നു. ഈ ദൈവാത്മാവാണ് ക്രൈസ്തവ മൂല്യങ്ങൾ നിറഞ്ഞ ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അനന്തരം ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മനുഷ്യന് ദൈവത്തോട് കടപ്പാടുണ്ട്. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വിശുദ്ധിയുള്ള ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും വിശുദ്ധിയുള്ള പ്രവർത്തനങ്ങളാൽ തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. യുവത്വത്തിലെ സുഹൃത്തുക്കളും കൂട്ടായ്മകളും വിശുദ്ധിയുടെ അനുഭവത്തിൽ നിലനിർത്തേണ്ടതിന്റെ അനിവാര്യത ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളും മറ്റും മീഡിയകളിലൂടെ നാം ദിനംപ്രതി അറിയുന്നവരാണ്. യേശു തന്റെ സ്വഭാവത്തിലൂടെ ജീവിതങ്ങളെയും സാഹചര്യങ്ങളും മാറ്റിയതുപോലെ മാറ്റങ്ങൾ വരേണ്ടിയിടത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ജീവിത വിശുദ്ധി കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന് താൻ ആരാണ് എന്ന് വ്യക്തമായി അറിയാമായിരുന്നു. തന്റെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞ ക്രിസ്തുവാണ് ഇന്ന് നമ്മുടെ മാതൃക. മാനുഷികമായ ബലഹീനതകളോടൊപ്പം ജീവിച്ചിരുന്നത് അമാനുഷികമായ തന്റെ വ്യക്തിത്വത്തെ കണ്ടെത്തുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്നും ദൈവത്തിന്റെ പുത്രനെന്നും ക്രിസ്തു പ്രഖ്യാപിച്ചത്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കണം, ഞാൻ ആരാണ്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എങ്കിൽ ദൈവ തേജസ് ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ നമ്മുടെ കുറവുകൾ എന്താണെന്നും എവിടെയാണ് മൂല്യശുദ്ധി സംഭവിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആധുനികതയുടെ എല്ലാ സാങ്കേതിക വിദ്യകളും വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്ന ഇന്നത്തെ യുവതലമുറ ഈ സ്വത്വബോധം കൂടി നേടിയെടുത്താൽ മാത്രമേ ജീവിത വിശുദ്ധി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ജീവിത മൂല്യങ്ങൾ പരിപോഷിക്കപ്പെടുകയുള്ളൂ. അപക്വമായ അവസ്ഥയിൽ നിന്നും പക്വതയാർന്ന ജീവിതത്തിലേക്കുള്ള പ്രയാണം ചെയ്യുന്നവരാണ് ക്രൈസ്തവ യുവത്വം. ഇവിടെ നമുക്ക് ജോസഫിനെ നോക്കാം. അപക്വമായ പല തെറ്റുകളിലും അകപ്പെടാതെ പക്വമായ ഒരു ജീവിതം രൂപപ്പെടുത്താൻ ജോസഫിനെ സഹായിച്ചത് താൻ ദൈവത്തിന്റെ സ്വരൂപമാണെന്നുള്ള തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവാണ് ഇന്ന് നമുക്ക് ആവശ്യം. ക്രൈസ്തവ യുവതിയുടെ വ്യക്തിത്വം ദൈവത്തിൽ അധിഷ്ഠിതമാണ്. യൗവനത്തിന്റെ മാസ്മരികതയിൽ ജീവിക്കുന്ന നമ്മെ ഇന്ന് പലപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് നാം ദൈവത്തിന്റെ സ്വരൂപമാണെന്നുള്ള തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിന്റെ അഭാവമാണ് പലപ്പോഴും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. യൗവനത്തിലേക്ക് നാം കാലിക്കുമ്പോൾ നമ്മെ ചിന്താകുഴപ്പത്തിലാക്കുന്ന പല വഴികളും നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും. എന്നാൽ അവിടെയൊന്നും പകർച്ചയും സംശയവുമില്ലാതെ ദൈവമൂർത്തിയ വചനവഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും. രണ്ടാമതായി, ഞാൻ സമൂഹത്തിന് വെളിച്ചമാകേണ്ടവനാണ്. ഞാൻ സമൂഹത്തിന് വെളിച്ചം ആകേണ്ടവനാണ്. പ്രകാശം വഴികാട്ടിയാണ്. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലേക്ക് വഴികാട്ടിയായി മാറേണ്ടവരാണ് ഇന്നത്തെ യുവജനത. ക്രിസ്തു ലോകത്തിന് പ്രകാശമായതുപോലെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നാം സമൂഹത്തിൽ പ്രകാശമായി ശോഭിക്കേണ്ടവരാണ്. ഈശോയ്ക്ക് നൽകാൻ കഴിയുന്ന നമ്മുടെ നൈവേദ്യമാണ് സമൂഹത്തിന് നമ്മെ തന്നെ നൽകുക എന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, മാംസരക്തങ്ങൾക്ക് നിന്നെ തന്നെ മറക്കരുതെന്ന്. ദൈവത്തിന്റെ സാന്നിധ്യത്തെയും ശക്തിയെയും വെളിപ്പെടുത്തുന്ന ഒന്നാണ് വെളിച്ചം. ക്രിസ്തു പ്രകാശമായിരുന്ന അവസ്ഥയാണ് ഉൾക്കാഴ്ച. ഈ ഉൾക്കാഴ്ച ഉള്ളവർക്ക് മാത്രമേ സമൂഹത്തിൽ പ്രകാശമായി ശോഭിക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ.
പ്ലൂട്ടോ ഗ്രഹത്തെ പോലെയാണ്. നട്ടുച്ചയ്ക്ക് പോലും പ്ലൂട്ടോ ഇരട്ടാണ്. കാരണം സൂര്യനിൽ നിന്നും വളരെ അകലെ ആയതിനാൽ തന്നെ സൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ പ്ലൂട്ടോയ്ക്ക് കഴിയുന്നില്ല. നാം ദൈവസ്നേഹത്തിൽ നിന്നും വളരെ വിദൂരത്താണെങ്കിൽ ക്രിസ്തുവിന്റെ പ്രകാശം നമുക്കും അന്യമാണ്. ജി ശങ്കരക്കുറുപ്പ് ഒരിക്കൽ സൂര്യനെ കുറിച്ച് ഇപ്രകാരം എഴുതി: സ്വയം കത്തിയതുകൊണ്ടാണ് സൂര്യൻ പ്രപഞ്ചത്തെ ആകെ വെളിച്ചം കൊണ്ട് കീഴ്നോട്ടുന്നതെങ്കിലും ആ ജീവിതം എത്ര ധന്യം. നമ്മുടെ ജീവിതങ്ങളും ക്രിസ്തുവിൻ പ്രകാശത്തിന് കീഴിലായിരിക്കണം. കാഴ്ച മങ്ങുന്ന അവസ്ഥയാണ് ഇത്. സ്വയം കാണാനാവാത്തതും പരസ്പരം കാണാനാവാത്തതുമായ അവസ്ഥ. ഇത് അസ്തിത്വമില്ലാതെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളുടെ വ്യക്തിത്വത്തെ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തോട് അനുരൂപമാക്കുമ്പോഴാണ് അവർക്ക് സമൂഹത്തിൽ പ്രകാശമായി ശോഭിക്കാൻ കഴിയുക. പഴയ നിയമം നാം വായിക്കുമ്പോൾ എസ്തേർ രാജ്ഞിയെ നമുക്ക് കാണാൻ കഴിയും. തനിക്ക് ലഭിച്ച രാജ്ഞി പദവി ഒരു സമൂഹത്തിന്റെ രക്ഷയ്ക്കായി വിനിയോഗിച്ചപ്പോൾ യഹൂദന്മാർക്ക് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാവുന്നു. ഇപ്രകാരം നമുക്ക് ലഭിക്കുന്ന സാധ്യതകൾ സമൂഹത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ വെളിച്ചമായി ശോഭിക്കുവാൻ കഴിയുകയുള്ളൂ. മൂന്നാമതായി നാം ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ ദൈവത്തിന്റെ പൈതൽ. അപക്വമായ ബാല്യത്തിൽ നിന്നും പക്വതയാർന്ന ജീവിതാവസ്ഥയിലേക്കുള്ള പ്രയാണമാണ് യൗവനം. അർത്ഥപൂർണമായ ജീവിതത്തിലേക്ക് കടക്കുന്ന കാലം. ഇവിടെ നാം മറന്നുപോകാൻ പാടില്ലാത്ത ഒരു ചിന്തയാണ് ഞാൻ ദൈവത്തിന്റെ പൈതൽ. നാം ദൈവത്തിന്റെ പൈതൽ ആവണമെങ്കിൽ ദൈവ സ്വഭാവം നമ്മളിലും ഉണ്ടാകും. ഏതവസ്ഥയിലും നമ്മെ സ്നേഹിക്കുന്ന ആനന്ദ സ്നേഹമാണ് ദൈവം. ഒരിക്കൽ ഒരു പ്രാസംഗികൻ ഒരു സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നു. തന്റെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്നും $50 ഒരു നോട്ട് എടുത്തു. ആ നോട്ടിനെ ഉയർത്തിക്കാട്ടി ആ സദസ്സിനുണ്ടായിരുന്നവരോട് അദ്ദേഹം ഇപ്രകാരം ചോദിക്കുന്നു: ഈ നോട്ട് ആർക്ക് തന്നു? ഉടനെ സദസ്സിനുണ്ടായിരുന്ന എല്ലാവരും കൈകൊടുത്തു. തുടർന്ന് അദ്ദേഹം ആ നോട്ടിനെ ചുരുട്ടി ഒരു പന്ത് പോലെയാക്കുന്നു. വീണ്ടും തന്റെ ചോദ്യം ആവർത്തിക്കുന്നു: ഇനി ഈ നോട്ട് ആർക്ക് വേണം? അപ്പോൾ സദസ്സിനുണ്ടായിരുന്ന എല്ലാവരും കൈകൊടുക്കുന്നു. തുടർന്ന് ആ നോട്ടിനെ അദ്ദേഹം തലയിട്ട് തന്റെ ഷൂസ് കൊണ്ട് ചാടുന്നു. ആ നോട്ട് ആകെ പൊടിപടലങ്ങൾ നിറഞ്ഞ് ചുരുക്കി ചുരുങ്ങി വല്ലാത്തൊരു പരുവത്തിലാകുന്നു. വീണ്ടും തന്റെ ചോദ്യം ആവർത്തിക്കുന്നു: ഇനി ഈ നോട്ട് ആർക്ക് വേണം? അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും കൈകൊടുക്കുന്നു. തുടർന്ന് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: പ്രിയമുള്ളവരെ, ഈ $50 നോട്ട് എത്ര ചുരുങ്ങിയാലും പൊടി പറ്റിയാലും അഴുക്ക് പുരണ്ടാലും അതിന്റെ മൂല്യം ഒട്ടും കുറയുന്നില്ല. തുടർന്ന് അതിലെ പൊടിപടലങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഈ നോട്ട് പോലെയാണ് നമ്മുടെ ജീവിതങ്ങൾ. എത്ര പൊടി പറ്റിയാലും അഴുക്ക് പുരണ്ടാലും ചുരുക്കിയാലും ചുരുങ്ങിയാലും ദൈവസന്നിധിയിൽ നമ്മുടെ മൂല്യം ഒട്ടും കുറയുന്നില്ല. കാരണം അവിടുന്ന് നമ്മുടെ പിതാവാണ്. നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് സ്നേഹത്തോടെ നമ്മെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ പിതാവ്. അവിടുന്ന് നമ്മുടെ മൂല്യം ഒട്ടും കുറയാൻ അനുവദിക്കാതെ ഈ ലോകത്തിന്റെ തിന്മകൾ താണുപോകാതെ നമ്മെ നയിക്കുന്നു. ജീവിതത്തിൽ ആനന്ദവും അധികാരവും അന്വേഷിക്കുന്നവരെ ഏറെ കാണാറുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ അർത്ഥം ശരിയായി കണ്ടെത്തി അതിനനുസരിച്ച് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരെ ഇന്ന് അധികം കാണാറില്ല. ക്രൈസ്തവ യുവജനത ഇപ്രകാരം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുമെന്ന് ക്രിസ്തുവിന്റെ ചോദ്യത്തിൽ താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന പ്രഖ്യാപനവും സാക്ഷീകരണവും നമുക്ക് കാണാൻ കഴിയും. യേശു താൻ ദൈവപുത്രൻ എന്ന് തിരിച്ചറിഞ്ഞതുപോലെ ഈ ലോകത്തിന്റെ തിന്മകളിലും പ്രലോഭനങ്ങളിലും വീണു പോകാതിരിക്കണമെങ്കിൽ ഈ തിരിച്ചറിവ് നമുക്ക്
തലമുറയ്ക്ക് ഉണ്ടായിരിക്കേണ്ട തിരിച്ചറിവാണ്. കാലത്തിന്റെ ശുഭരക്തികളെ തിരിച്ചറിഞ്ഞ് ഒരു മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കണമെങ്കിൽ ഈ തിരിച്ചറിവ് നമുക്കും അനിവാര്യമാണ്. നാം ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തെ നഷ്ടപ്പെട്ടാൽ പുണ്യസ്ഥലങ്ങൾ തിരഞ്ഞു നടക്കുന്നത് അർത്ഥമില്ല. കാരണം നിക്ഷേപം ഇരിക്കുന്നിടത്താണ് അന്വേഷിക്കേണ്ടത്. ജീവിതമാകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകാറുള്ളത്. അവിടെ ശരിയായ ഉത്തരം ഏതെന്ന് കണ്ടെത്താൻ കഴിയാതെ പോകുന്നവരായി നാം മാറരുത്. അന്യന്റെ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം പോലും ഇന്ന് വേട്ടക്കാരുടെ ഇരയുടെ മേലുള്ള അധികാരമായി വിവക്ഷിക്കപ്പെടുന്ന കാലഘട്ടം. ഇവിടെ ചൈതന്യം വറ്റിപ്പോയ വരണ്ട ജീവിതത്തിനുടമകളാകാതെ തേജസ് നിറഞ്ഞ ദൈവത്തിന്റെ പൈതലായി മാറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താവുന്നത്. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന